നമസ്കാരം. ഗുരു മുനിനാരായണ പ്രസാദിന്റെ ഏകാന്തവാസം 13-ാം ഭാഗം. പുതിയ വഴികൾ. പ്രിയപ്പെട്ട ഗുരുകുല മിത്രങ്ങൾക്ക് ഉപനിഷത്ത് പാഠ പരമ്പര. ഈശാവാസ്യോപനിഷത്തിനെ ആധാരമാക്കി ഒരു പാഠ പരമ്പര ഞാൻ തയ്യാറാക്കിക്കൊണ്ടിരുന്നതിനെ പറ്റി മുമ്പൊരിക്കൽ എഴുതിയിരുന്നു എന്നാണ് ഓർമ്മ. ഫിജി ഷോപ്പിംഗ് ഗൈഡ് എന്ന വാരിക അത് ഖണ്ഡശ പ്രസിദ്ധീകരിച്ചു കൊണ്ടിരുന്നു. 8 പാഠങ്ങളോളം പ്രസിദ്ധീകരിച്ചപ്പോൾ അവർ തുടർന്നു പ്രസിദ്ധീകരിക്കാതെയായി. അപ്പോൾ ഞാനൊരു നിശ്ചയമെടുത്തു, ഇനി ഫിജിയിലെ പത്രങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും എഴുതുന്നത് അവർ ആവശ്യപ്പെട്ടാൽ മതി എന്ന്. 2 ഇംഗ്ലീഷ് ദിനപത്രങ്ങളിലും 2 ഹിന്ദി വാരികകളിലും എന്റെ ലേഖനങ്ങൾ ഇതിനകം 1-ലധികം പ്രാവശ്യം വന്നു കഴിഞ്ഞതാണ്. ഇതുവരെ അവർ ആവശ്യപ്പെടാതെ ഞാൻ ലേഖനങ്ങൾ അയക്കുകയായിരുന്നു. പാഠപരമ്പര പ്രസിദ്ധീകരിച്ചു കൊണ്ടിരുന്നത് കൊണ്ട് പ്രസിദ്ധീകരിക്കുന്ന മുറയ്ക്ക് എഴുതി തീർത്താൽ മതിയല്ലോ എന്ന് കരുതി മുഴുമിക്കാതെ വെച്ചിരിക്കുകയായിരുന്നു. ഉപനിഷത്തിലെ 8 മന്ത്രങ്ങൾ 23 പാഠങ്ങളായി എഴുതി തീർത്തിട്ട് നിർത്തിവെച്ചിരുന്നു. പ്രസിദ്ധീകരിക്കുന്നത് നിർത്തിയപ്പോൾ പാഠങ്ങൾ ഉടനെ എഴുതി തീർക്കണമെന്ന് വാശി തോന്നി. മറ്റെല്ലാ എഴുത്തുകളും മാറ്റി വെച്ചിട്ട് അത് മാത്രം എഴുതാൻ തുടങ്ങി. ഒരു ഞായറാഴ്ച രാത്രി 12 മണിക്കാണ് എഴുതി തീർന്നത്. അന്ന് പകൽ 2 പാഠങ്ങൾ എഴുതി തീർക്കാൻ ബാക്കിയുള്ളപ്പോൾ ഫിജിയിലെ തെന്നിന്ത്യൻ സന്മാർഗ ഐക്യ സംഘത്തിന്റെ ജനറൽ സെക്രട്ടറിയും ഡോക്ടർ പൊന്നുസ്വാമിയും കൂടി എന്നെ കാണാൻ വന്നു. ഞാൻ ഇവിടെ ഏർപ്പെട്ടിരിക്കുന്ന ജോലിയെ പറ്റി അവർ കേട്ടറിഞ്ഞിരുന്നു. ഉപനിഷത്ത് പാഠങ്ങൾ അവരെ കാണിച്ചു. ഈ പാഠങ്ങൾ സംഘത്തിന്റെ ചുമതലയിൽ ഒരു പുസ്തകമായി അച്ചടിച്ച് സ്കൂളുകൾ വഴി നാമമാത്രമായ വിലയ്ക്ക് വിതരണം ചെയ്യുന്ന ഉത്തരവാദിത്തം അദ്ദേഹം ഏറ്റെടുത്തു. തെക്കേ ഇന്ത്യയിൽ നിന്ന്, അതായത് തമിഴ്നാട്, ആന്ധ്ര, കേരളം എന്നിവിടങ്ങളിൽ നിന്ന് ഇവിടെ കുടിയേറിയിട്ടുള്ളവരുടെ ദേശീയ സംഘടനയാണ് സംഘം. ഇന്ത്യക്കാരുടെ പല സംഘടനകളുള്ളതിൽ ഏറ്റവും വലുത് സംഘമാണ്. മാത്രമല്ല, നടരാജഗുരുവിന്റെ ആത്മകഥ ഉൾപ്പെടെ എന്റെ കൈവശമുണ്ടായിരുന്ന ഗുരുകുല പ്രസിദ്ധീകരണങ്ങളുടെ മുഴുവൻ ഒരു സെറ്റ് അദ്ദേഹം വിലക്ക് വാങ്ങുകയും ചെയ്തു. അദ്ദേഹം നല്ല ഒരു വായനക്കാരനുമാണ്. അങ്ങനെ ഒരു ചരിതാർത്ഥത്തോടെയാണ് അന്ന് പാഠങ്ങൾ എഴുതി തീർത്തത്. ആകെ 36 പാഠങ്ങളുണ്ട്. ഈ പുസ്തകവും ഇനി ഞാൻ ഫിജിക്കാർക്ക് വേണ്ടി എഴുതാനിടയുള്ള പുസ്തകങ്ങളും പ്രസിദ്ധീകരിച്ച് നാമമാത്രമായ വിലയ്ക്ക് വിദ്യാർത്ഥികളുടെ കയ്യിലെത്തിക്കുന്നതിന് വേണ്ടി ഒരു പ്രത്യേക ഫണ്ട് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നു എന്നും അതിനുവേണ്ടി ഓരോരുത്തരും $250 വീതം സംഭാവന ചെയ്യണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് സംഘം പ്രസിഡന്റ് ശ്രീ UP റെഡ്ഡി ഫിജിയിലെ വലിയ ഇന്ത്യൻ ബിസിനസ്സുകാർക്ക് എഴുതുന്ന ഒരു കത്തിന്റെ നക്കൽ അടുത്ത ആഴ്ച തന്നെ എന്റെ അംഗീകാരത്തിനായി അയച്ചു തന്നു. ശ്രീ റെഡ്ഡി തന്നെ അടുത്ത ആഴ്ച എന്നെ കാണാൻ വന്നു. അദ്ദേഹം വലിയ വായനാശീലമുള്ള ആളല്ലെങ്കിലും ഞാൻ എഴുതുന്നത് വളരെ വിലയുള്ളതാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. സ്വാമിജി, എന്ത് അത്യാഹിത്യം സംഭവിച്ചാലും ഇതിന് നാശം വരാത്ത തരത്തിൽ ഇതൊരു സ്ട്രോങ് റൂമിൽ വെച്ച് പൂട്ടി സൂക്ഷിക്കണം എന്ന് നിർദ്ദേശിച്ചിട്ടാണ് അദ്ദേഹം വിടവാങ്ങിയത്. എന്റെ മനസ്സാണ് വലിയ സ്ട്രോങ് റൂമായി എനിക്ക് തോന്നിയത്. പക്ഷേ ഞാനൊരു സ്ട്രോങ് റൂം അല്ലല്ലോ എന്ന് പിന്നീട് ഓർത്തു. മറന്നു കിടന്ന ഒരു അധ്യായം. മിസ്റ്റർ NK നായിഡു എന്നെ സന്ദർശിച്ചപ്പോൾ നടരാജഗുരു എപ്പോഴെങ്കിലും ഫിജി സന്ദർശിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്നാണ് ഞാൻ മറുപടി പറഞ്ഞത്. ഒരാഴ്ച കഴിഞ്ഞ് മിസ്റ്റർ നായിഡുവിന്റെ ഒരു കത്ത് വന്നു.
ഒപ്പം നടരാജഗുരുവിന്റെ ആത്മകഥയിലെ 71 അധ്യായത്തിന്റെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയും. ഗുരു 1969 ഫിജി സന്ദർശിച്ചതും രാമകൃഷ്ണ മിഷനിലെ രുദ്രാനന്ദ സ്വാമിയെ കണ്ടതും മിഷനിൽ പ്രസംഗിച്ചതും ഒരു അപ്പാസ്വാമി പിള്ളയുടെ അതിഥിയായിരുന്നതും ഫിജിയിൽ ഒരു ഗുരുകുലം തുടങ്ങാനായി സ്ഥലം കാണാൻ പോയതും ഒക്കെ ഗുരു വിവരിച്ചിരിക്കുന്നു. ഗുരു ഈ കഥാഭാഗം യാത്രാ വിവരണമായി എഴുതിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ തന്നെ തർജ്ജമ ചെയ്ത് ഗുരുകുലം മാസികയിൽ പ്രസിദ്ധീകരിച്ചത് അപ്പോൾ ഓർത്തു. ഈ അപ്പാസ്വാമി പിള്ളയുടെ ഒരു സഹോദരിയായ ലക്ഷ്മി പിള്ള ഇപ്പോഴും ഗീത ആശ്രമത്തിന് സമീപം താമസിക്കുന്നുണ്ടെന്നും ശ്രീ ഒ നായിഡു എന്നെ അറിയിച്ചിരുന്നു. ശ്രീ അപ്പാസ്വാമി പിള്ള നിര്യാതനായി. ഞാൻ ശ്രീമതി ലക്ഷ്മി പിള്ളയെ കണ്ടുപിടിച്ചു. ഒരു അധ്യാപികയായിരുന്ന അവർ അവിവാഹിതയാണ്. തന്റെ മറ്റൊരു സഹോദരന്റെ മകളായ ഒരു കുട്ടിയുമൊത്ത് ഒരു വീട്ടിൽ കഴിയുന്നു. അവരോട് ഞാൻ കഥകളൊക്കെ പറഞ്ഞു. അവർക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. പിന്നീട് ഒരു ദിവസം അവർ എനിക്ക് ഇഡലിയും ചട്നിയും സാമ്പാറും ഉണ്ടാക്കി കൊടുത്തയച്ചു. രാമനവമി. അതിനിടയിൽ രാമനവമി വന്നു. ശ്രീരാമന്റെ ജന്മദിനമാണ് രാമനവമി. 9 ദിവസം സന്ധ്യതോറും രാമായണ ഭജന നടത്തുന്നതാണ് ഇത് ആചരിക്കുന്നതിലെ പ്രധാന ചടങ്ങ്. ഗീതാശ്രമത്തിലും രാമനവമി ആഘോഷിക്കണമെന്ന് രാമായണ ഭജനയ്ക്ക് എത്തുന്നവർക്ക് നിർബന്ധമായി. ആ 9 ദിവസം രാമചരിതമാനസം പാടി അർത്ഥം പറയുമെങ്കിലും ശ്രീരാമന്റെ ജനനത്തിനു മുമ്പുള്ള ഭാഗമേ വായിക്കാൻ പാടുള്ളൂ എന്നവർക്ക് നിർബന്ധമുണ്ട്. ഗീതാശ്രമത്തിലും അങ്ങനെ നടത്താനാണ് തീരുമാനിച്ചത്. പക്ഷെ നന്നായി പാടാൻ ആരെയും കിട്ടിയില്ല. ആളുകൾക്ക് എന്തെങ്കിലും അല്പം പഠിക്കാനുള്ള അവസരമാക്കി ഈ പരിപാടിയെ മാറ്റണമെന്നതായിരുന്നു എന്റെ ആഗ്രഹം. ഈ ആഗ്രഹം മനസ്സിലാക്കിയിട്ടെന്ന പോലെ ശ്രീമതി രുക്മിണി രാമായണത്തെ പറ്റിയുള്ള ഒരു ആസ്വാദനം അപ്പോൾ വായിക്കാമെന്ന് നിർദ്ദേശിച്ചു. ഫിജിയിലെ സനാതന ധർമ്മസഭയുടെ പ്രസിഡന്റ് ശ്രീ സാലിക് റാം ശർമ്മ നിർദ്ദേശിച്ചതാണ് ആ ആസ്വാദന ഗ്രന്ഥം. ശ്രീമതി രുക്മിണി ഇവിടെയുള്ള രാധാകൃഷ്ണ മന്ദിറിന്റെ ചുമതല വഹിക്കുന്ന സ്ത്രീയാണ്. അവർ എന്റെ ക്ലാസ്സിന് ദിവസവും വരാറുമുണ്ട്. ഈ ആസ്വാദന പാരായണം തന്നെയാണ് നടന്നത്. ചടങ്ങനുസരിച്ച് അവസാന ദിവസം ജനന മുഹൂർത്തത്തിൽ വായിക്കേണ്ട ജന്മകഥാഭാഗം ആദ്യത്തെ ദിവസം തന്നെ കടന്നുപോയി. അതിൽ ചിലരൊക്കെ പ്രതിഷേധിച്ചു. അടുത്ത ദിവസം പാരായണം കഴിഞ്ഞുള്ള പ്രവചനത്തിൽ ഇത്തരത്തിൽ മനുഷ്യരെ അന്ധകാരത്തിലേക്ക് നയിച്ചു കൊണ്ടുപോകുന്ന സമ്പ്രദായ നേതാക്കന്മാരെ അപലപിച്ചുകൊണ്ട് ഞാൻ സംസാരിച്ചു. കഠോപനിഷത്തിലും മുണ്ടകോപനിഷത്തിലുമുള്ള അവിദ്യായാമന്തരേ വർത്തമാനാഃ സ്വയം ധീരഃ പണ്ഡിതം മന്യമാനാഃ ഗന്ത്രമ്യമാണാഃ പരിയന്തി മൂഢാഃ അന്ധേനൈവ നീയമാനാ യുവാന്ധാഃ. അവിദ്യയുടെ നടുവിൽ പെട്ടിരിക്കുന്നവരും സ്വയം ധീരന്മാരും പാണ്ഡിത്യത്തിൽ ഉറച്ചവരാണെന്ന് സ്വയം കരുതുന്നവരും ആയവർ ഇവിടെ ചുറ്റിക്കറങ്ങി നടക്കുന്നുണ്ട്. ഉപദ്രവങ്ങൾക്ക് അടിപ്പെട്ടു കഴിയുന്നവർ അന്ധനെ നയിക്കുന്നത് പോലെയാണ് ജനങ്ങളെ നയിക്കുന്നത് എന്ന ഭാഗം ഉദ്ധരിച്ചിട്ട് അതിന്റെ വിശദീകരണം എന്ന നിലയിലാണ് ഞാനെല്ലാം പറഞ്ഞത്. ചിലർക്കൊക്കെ അത് ഹൃദയത്തിൽ കൊണ്ടു എന്ന് പിന്നീട് മനസ്സിലായി. ആസ്വാദന പഠനം മുഴുവൻ വായിച്ചു. എല്ലാ ദിവസവും ഞാൻ സംസാരിക്കുകയും ചെയ്തു. അവസാന ദിവസം ശ്രീ സാലിക് രാം ശർമ്മ വന്ന് സാധാരണ ചടങ്ങനുസരിച്ചുള്ള പാരായണവും നടത്തി. ഇത്തരം ചടങ്ങുകളൊക്കെ ഇവിടെ സംഘടിപ്പിക്കുന്നത് ആളുകളിൽ നിന്ന് കൂടുതൽ പണം ദക്ഷിണയായി സംഭരിക്കാനുള്ള ഒരു ഏർപ്പാടെന്ന നിലയിലാണ്.
പണം കൂടുതൽ കിട്ടണമെങ്കിൽ ധാരാളം ആൾ വരണം. ധാരാളം ആൾ വരണമെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ പരിപാടി നടത്തണം. ഇങ്ങനെ നാളുകളും സംഭവങ്ങളും കടന്നു പോകുന്നതനുസരിച്ച് ഇവിടെയുള്ള ആളുകൾക്ക് എന്നെ പറ്റിയുള്ള അഭിപ്രായം മാറി വരുന്നതായും കാണാമായിരുന്നു. ഞാൻ ചീത്ത സ്വാമിയാണെന്നും എത്രയും വേഗം ഇന്ത്യയിലേക്ക് മടങ്ങി പോകണമെന്നും എന്നോട് നേരിട്ട് വന്ന് പറഞ്ഞ മാന്യൻ തന്നെ ഇന്ത്യയിലേക്ക് ഭാര്യയും ഒത്തുപോകുന്ന ദിവസം അനുഗ്രഹം വാങ്ങാൻ എന്റെ അടുത്ത് വന്നിരുന്നു. രാമനവമി ആഘോഷത്തിനിടയിലാണ് അവർ ഇന്ത്യയിലേക്ക് പോയത്. ആ പ്രദേശത്ത് പ്രത്യേക മതവിഭാഗത്തിൻ്റെതല്ലാത്ത എല്ലാ പൊതു ചടങ്ങുകളിലും ഹൈന്ദവ പ്രാർത്ഥന നടത്താൻ എന്നെ ക്ഷണിക്കുന്നത് ഒരു പതിവായി. ക്രൈസ്തവ, ഇസ്ലാമിക, ഹൈന്ദവ പ്രാർത്ഥനകൾ ഉണ്ടാവും. ഏതെങ്കിലും ഉപനിഷത് ഭാഗമായിരിക്കും ഞാൻ പ്രാർത്ഥനയായി ചൊല്ലുന്നത്. പ്രാർത്ഥനയ്ക്ക് മുൻപ് അല്പം സംസാരിക്കുന്നത് ഇവിടെ അനുവദനീയമാണ്. അതിനെ മുതലെടുത്ത് അല്പം തത്വം പ്രസംഗിക്കുകയും ചെയ്യും. അത് നീണ്ടു പോകാതിരിക്കാൻ വേണ്ടി എഴുതി തയ്യാറാക്കി കൊണ്ടുപോവുകയും ചെയ്യും. എല്ലാ പ്രസംഗങ്ങളും എഴുതി വായിക്കുന്നതാണ് ഇവിടുത്തെ സാധാരണ രീതി. സഹജമായി വരുന്ന ആശയങ്ങൾ പ്രകടിപ്പിച്ചു പ്രസംഗിക്കാൻ തക്ക യോഗ്യതയുള്ള വളരെ ആളുകൾ ഈ രാജ്യത്തില്ലെന്നതാണ് വാസ്തവം. സംഘം കൺവെൻഷൻ. തെന്നിന്ത്യൻ സന്മാർഗ ഐക്യസംഘത്തിന്റെ വാർഷിക കൺവെൻഷൻ ഏപ്രിൽ 13 മുതൽ 16 വരെ ബാ ടൗണിൽ വെച്ച് നടക്കാൻ പോകുന്ന വിവരം ശ്രീ നായിഡു എന്നെ അറിയിച്ചിരുന്നു. ശ്രീ റെഡ്ഡി എന്നെ കാണാൻ വന്നപ്പോൾ ഉദ്ഘാടന സമ്മേളനത്തിൽ ഹൈന്ദവ പ്രാർത്ഥന നടത്താൻ എന്നെ ക്ഷണിക്കുകയും ചെയ്തു. സംഘം കൺവെൻഷൻ ഫിജിയിൽ നടക്കുന്ന ഏറ്റവും വലിയ സാംസ്കാരിക സംഭവമാണെന്ന് പലരും എന്നോട് പറഞ്ഞിരുന്നു. പട്ടാള വിപ്ലവത്തിന് ശേഷം ആദ്യമാണ് അവർ ഒരു കൺവെൻഷൻ നടത്തുന്നത്. അതുകൊണ്ട് വലിയ പ്രതീക്ഷയോടെയാണ് അതിന്റെ പരിപാടി കാണാൻ കാത്തിരുന്നത്. എന്നാൽ പരിപാടി കണ്ടപ്പോൾ നിരാശയാണ് തോന്നിയത്. ഉദ്ഘാടന ചടങ്ങ് കഴിഞ്ഞാൽ പിന്നെ പകൽ സമയത്ത് കളികളും രാത്രി കലാപരിപാടികളും മാത്രം, ജനങ്ങൾക്ക് സാംസ്കാരികമായ ഉണർവ് നൽകുന്ന ഒരു പരിപാടിയും ഇല്ല. ഫിജി രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും ആളുകൾ എത്തി ഈ പ്രദേശത്തെ സ്കൂളുകളിൽ താമസിച്ചുകൊണ്ടാണ് ഈ പരിപാടികളിൽ സംബന്ധിക്കുന്നത്. ഈ പോരായ്മ ഞാൻ ജനറൽ സെക്രട്ടറിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു. അദ്ദേഹത്തിന് അത് ബോധ്യപ്പെട്ടെങ്കിലും പിന്നീട് ഒന്നും ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. പ്രബോധനാത്മകമായ പരിപാടികളിൽ സംബന്ധിക്കുന്നതിൽ ജനങ്ങൾക്ക് താല്പര്യം കുറവാണെന്ന് അദ്ദേഹം പറഞ്ഞു. ജനങ്ങൾക്ക് താല്പര്യം ഉണ്ടാക്കിയെടുക്കുകയായിരിക്കണം നമ്മുടെ ലക്ഷ്യമെന്ന് അദ്ദേഹത്തെ ഓർമ്മിപ്പിച്ചു. പ്രത്യേക വിഷയങ്ങളിൽ പ്രബോധനം നൽകത്തക്ക പ്രഭാഷണങ്ങൾ നടത്താൻ കഴിവുള്ള വിദ്വാൻമാർ ഈ രാജ്യത്തില്ല താനും. നാരായണ ഗുരുവിനെ ഫിജിയിലെ ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ഈ അവസരം ഉപയോഗിക്കാമെന്ന് ഞാൻ തീരുമാനിച്ചു. തെക്കേ ഇന്ത്യയുടെ സംസ്കാരം മുഖ്യമായും ശൈവമാണല്ലോ. ഇവിടെയുള്ള തെക്കേ ഇന്ത്യക്കാരും ശിവഭക്തന്മാർ തന്നെയാണ്. അതുകൊണ്ട് നാരായണ ഗുരുവിന്റെ ചിദംബരാഷ്ടകം എന്ന ശിവസ്തോത്രമാണ് പ്രാർത്ഥനയായി ഞാൻ ചൊല്ലിയത്. അല്പം സംഗീതവാസന ഉള്ളതിനെയും പ്രയോഗിച്ചു. ആമുഖമായ ശൈവ സംസ്കാരത്തെ പറ്റിയും അതിന്റെ ശുദ്ധഭാവത്തിന്റെ പ്രതിനിധി എന്ന നിലയിൽ നാരായണ ഗുരുവിനെ പറ്റിയും ഗുരു ലോകത്തിന് നൽകിയ സന്ദേശത്തെ പറ്റിയും ചെറിയൊരു പ്രസംഗവും നടത്തി. ഗുരുവിന്റെ മഹാത്മ്യം മറ്റുള്ളവർ നൽകുന്ന ബഹുമതിയെ ആശ്രയിച്ചുള്ളതല്ലെങ്കിലും മഹാത്മാഗാന്ധിയും മഹാകവി ടാഗോറും ഗുരുവിനെ തന്റെ ആശ്രമത്തിൽ വന്ന് സന്ദർശിച്ച് ആദരം പ്രകടിപ്പിച്ചതും ഞാൻ പറഞ്ഞു. നാരായണ ഗുരുവിനെ പറ്റി ഒന്നും കേട്ടിട്ടില്ലാതിരിക്കുകയും ഗാന്ധിജിയെയും ടാഗോറിനെയും വളരെയധികം ആദരിക്കുകയും ചെയ്യുന്ന ഒരു രാജ്യത്ത് അത്യാവശ്യമാണെന്ന് തോന്നി. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന സന്ദേശം പുതിയ വെളിച്ചം നൽകുന്ന ഒന്നായാണ് ജനങ്ങൾ ഉൾക്കൊണ്ടതെന്ന് പിന്നീട് ചില അധ്യാപകരുടെ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലായി. പ്രസംഗവും പ്രാർത്ഥനയും വളരെ ഇഷ്ടപ്പെട്ട് സംഘം പ്രസിഡന്റ് പല പ്രാവശ്യം അതിനെ പ്രശംസിച്ച് സംസാരിച്ചു. ചിദംബരാഷ്ടകം എഴുതി കൊടുക്കാനും റെക്കോർഡ് ചെയ്തു കൊടുക്കാനും ഒക്കെ ആവശ്യക്കാർ വന്നു. അംബാസഡർ ശ്രീ VB സോണിയുമായി മാനസികമായി കൂടുതൽ അടുക്കാനും അവസരമുണ്ടായി. വൈലേലയിലെ ഉദ്ഘാടന ചടങ്ങിന് ശേഷം അദ്ദേഹത്തിന്
ആധ്യാത്മിക കാര്യത്തിലുള്ള താല്പര്യം മനസ്സിലാക്കിയിട്ട് ഗായത്രി മന്ത്രത്തിന് ഞാൻ എഴുതിയ വിശദീകരണത്തിന്റെ ഒരു കോപ്പി അയച്ചു കൊടുത്തിരുന്നു. ഞാനാണ് അയക്കുന്നതെന്ന് എഴുതിയിരുന്നില്ല. ഇപ്പോൾ കണ്ടപ്പോൾ ലേഖനത്തിന്റെ കാര്യം ഞാൻ ചോദിച്ചു. അത് വളരെ ഇഷ്ടപ്പെട്ടു എന്നും ആരാണ് അയച്ചത് എന്ന് മനസ്സിലായിരുന്നില്ലെന്നും ഇമാതിരിയുള്ളത് ഇനിയും അയച്ചു കൊടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഉദ്ഘാടന ചടങ്ങിന് ശേഷം മേയർ ശ്രീ വിനോദ് പട്ടേലിന്റെ വീട്ടിൽ ഒരു വിരുന്നുണ്ടായിരുന്നു. അവിടെ വെച്ച് ശ്രീ സോണിക്ക് ദി സൈക്കോളജി ഓഫ് ദർശനമാല, ദി ഫിലോസഫി ഓഫ് എ ഗുരു, ദി വേൾഡ് ഗവൺമെന്റ് മെമ്മോറാണ്ടം, ശ്രീ നാരായണ ഗുരു എന്നീ പുസ്തകങ്ങൾ സമ്മാനിച്ചു. നാരായണ ഗുരുവിന്റെ ലഘു ജീവചരിത്രം അതിഥികൾക്കെല്ലാം കൊടുക്കുകയും ചെയ്തു. സൽക്കാരവേളയിൽ യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് പസഫിക്കിലെ ഏക ഇന്ത്യൻ പ്രൊഫസറായ പ്രൊഫസർ സുബ്രഹ്മണ്യത്തെ പരിചയപ്പെടുകയും ചെയ്തു. അദ്ദേഹം എന്നോട് ചോദിച്ച ഒരു സംശയം, ശിവൻ തന്റെ 2 മക്കളോടും ലോകം ചുറ്റി വരാൻ പറഞ്ഞപ്പോൾ ഗണപതി ശിവപാർവതിമാരെ പ്രദക്ഷിണം വെച്ചിട്ട് സമ്മാനം വാങ്ങിയതിന്റെ പൊരുൾ എന്താണെന്നാണ്. ആസ്ട്രേലിയൻ അംബാസഡറും പത്നിയും ഉദ്ഘാടന ചടങ്ങിലും വിരുന്നിലും പങ്കെടുത്തിരുന്നു. സംഘം കൺവെൻഷന്റെ ഭാഗമായി ഞാൻ പങ്കെടുത്ത മറ്റൊരു പരിപാടി മതാചാരങ്ങൾ ഏകീകരിക്കുന്നതിനെ പറ്റിയുള്ള ചർച്ചാ യോഗമാണ്. തെരഞ്ഞെടുക്കപ്പെട്ട 30ഓളം ആളുകൾ മാത്രം പങ്കെടുത്ത ഒരു പരിപാടിയായിരുന്നു അത്. എനിക്ക് ചർച്ച ഉദ്ഘാടനം ചെയ്യുകയും ചർച്ചയ്ക്കിടയിൽ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യേണ്ടി വന്നു. ഫിജിയിൽ നടക്കുന്ന മതാചാരങ്ങളെല്ലാം അതിദീർഘവും അതിശയോക്തിപരവുമാണെന്ന് എനിക്കറിയാമായിരുന്നു. കാലത്തിന്റെ ഗതിക്കനുസരിച്ച് ചടങ്ങുകൾ ലളിതവും അതേസമയം ആകർഷകവുമാക്കേണ്ടതിന്റെ ആവശ്യകതയിൽ ഊന്നിയാണ് ഞാൻ സംസാരിച്ചത്. ഇക്കാര്യത്തിൽ നാരായണ ഗുരു കാണിച്ചു തന്ന വിപ്ലവാത്മകമായ മാറ്റങ്ങളെ ഒരു മാതൃകയായി സ്വീകരിക്കുന്നത് നല്ലതാണെന്ന് ഞാൻ നിർദ്ദേശിച്ചു. തെക്കേ ഇന്ത്യക്കാർ സ്വീകരിക്കേണ്ട മതാചാരക്രമങ്ങൾ കൈകരൂപ്യം നൽകി അതെല്ലാവരെയും അറിയിക്കുകയായിരുന്നു ചർച്ചയുടെ ലക്ഷ്യം. വീടുകളിലെ ദൈനംദിന പ്രാർത്ഥന എങ്ങനെ വേണമെന്ന് ആലോചിച്ചപ്പോൾ എല്ലാ ദിവസവും സന്ധ്യയ്ക്ക് കുടുംബം മുഴുവൻ ഒന്നിച്ചിരുന്ന് ഒരു പ്രാർത്ഥന ചൊല്ലണമെന്നും ഏതെങ്കിലും ഒരു മതഗ്രന്ഥം പതിവായി വായിക്കണമെന്നുമുള്ള എന്റെ നിർദ്ദേശം സന്തോഷത്തോടെ എല്ലാവരും സ്വീകരിച്ചു. ചർച്ച അന്ന് പൂർത്തിയാക്കാൻ സാധിച്ചില്ല. ഈ ചർച്ചാവേളയിൽ ഒരു തമാശയും നടന്നു. സഭാ നടപടികൾ ഹിന്ദിയിലായിരുന്നു. ഹിന്ദിയിലുള്ള എന്റെ ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞപ്പോൾ മലയാളി പൂർവികതയുള്ള ഒരു അമ്മയ്ക്ക് ഒരാഗ്രഹം, ഞാൻ ഒന്ന് മലയാളത്തിൽ പ്രസംഗിച്ച് പ്രസംഗം ആരംഭിക്കണം എന്ന്. അങ്ങനെ വീണ്ടും ഞാൻ മലയാളത്തിൽ പ്രസംഗം ആരംഭിച്ചു. നാരായണ ഗുരുവിനെ പറ്റിയാണ് മുഖ്യമായും പറഞ്ഞത്. അമ്മ ഉൾപ്പെടെ കേട്ടുകൊണ്ടിരുന്ന ആർക്കും ഒരക്ഷരം പോലും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. എന്നാലും പഞ്ചാമൃതം പോലെ എല്ലാവരും ആസ്വദിക്കുന്നത് കണ്ടു. മനുഷ്യന്റെ രക്തത്തിൽ അടിഞ്ഞു കിടക്കുന്ന പൂർവികതയോടുള്ള കൂറിന്റെ പ്രകടഭാവമായിരുന്നു അത്. മലയാളത്തിൽ പറഞ്ഞതിന്റെ സാരം വീണ്ടും ഹിന്ദിയിൽ പറഞ്ഞു. കൺവെൻഷൻ കഴിഞ്ഞപ്പോൾ എനിക്കൊരാശയം തോന്നി. സംഘത്തെ കൊണ്ടൊരു പ്രസിദ്ധീകരണം തുടങ്ങിക്കുക. വിവരമുടനെ സെക്രട്ടറി അറിയിച്ചു. ആകെ ഒരു തടസ്സമുള്ളത് അത് കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ഒരാളില്ലാത്തതാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇവിടെയുള്ള കാലത്തോളം ഞാനത് നടത്തിക്കൊള്ളാമെന്ന് ഏറ്റു. അങ്ങനെ സംഘത്തിന്റെ ഒരു ന്യൂസ് ലെറ്റർ മാസം തോറും പ്രസിദ്ധീകരിക്കാൻ തീരുമാനമായി. കൺവെൻഷൻ അവസാനിക്കുന്ന ദിവസം ശ്രീ നായിഡു ആശ്രമത്തിൽ വന്ന് കുറച്ചു സമയം ചെലവഴിച്ചു. സാധാരണഗതിയിൽ ആരും ഇഷ്ടപ്പെടാത്ത ഒരു അഭിപ്രായം അദ്ദേഹം അപ്പോൾ പ്രകടിപ്പിക്കുകയുണ്ടായി. ഇവിടെ പട്ടാള വിപ്ലവം നടന്നത് ഭാരതീയർക്ക് ഒരു തരത്തിൽ ഒരു അനുഗ്രഹമായിരുന്നു എന്നതാണ് അത്. ഭാരതീയർ ഇവിടെ സ്വയം മറന്ന് ജീവിക്കുകയായിരുന്നു. കച്ചവടക്കാർക്ക് കച്ചവടത്തിൽ നിന്നും കൃഷിക്കാർക്ക് കരിമ്പ് കൃഷിയിൽ നിന്നും ധാരാളം പണം, പണത്തിനു വേണ്ടിയുള്ള ചൂഷണ മനോഭാവത്തിന്റെ പാരമ്യത, പണം കൊണ്ട് എന്തു ചെയ്യണമെന്ന് അറിയാത്തത് കൊണ്ടുള്ള സ്വഭാവ ദൂഷ്യങ്ങളും ആർഭാടവും, ഓരോ വീട്ടിലും 3-4 കാർ, വലിയ വലിയ മാളികകൾ, തറപറ്റിക്കിടക്കുന്ന സാംസ്കാരിക ധാരണകൾ, ഇതൊക്കെ കൊണ്ട് മനുഷ്യന് തന്റെ ജീവിതത്തിൽ
ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാനുള്ള ഒരു അവസരവും ഇല്ലാതെ വിലസുകയായിരുന്നു. അപ്പോഴാണ് ഒരു ഇടിവാൾ പോലെ പട്ടാള വിപ്ലവം ഉണ്ടായത്. അത് ഞാൻ സമ്പാദിച്ചു കൂട്ടിയതിന്റെ ഒക്കെ അർത്ഥമില്ലായ്മയിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ മനുഷ്യന് അവസരം നൽകി. പണം കൊണ്ട് വളരെയൊന്നും ചെയ്യാൻ സാധിക്കുകയില്ലെന്ന് ബോധ്യമായി. പടുത്തുയർത്തുന്ന മാളികയിൽ ഒരു പക്ഷേ നാളെ വാഴാൻ പോകുന്നത് ഏതെങ്കിലും ഫിജിയനായിരിക്കുമെന്ന തോന്നലുണ്ടായി. ചുരുക്കത്തിൽ ജീവിതത്തിന്റെ അർത്ഥമില്ലായ്മയെ പറ്റിയും യഥാർത്ഥ അർത്ഥത്തെ പറ്റിയും അല്പമെങ്കിലും ചിന്തിക്കാനും തന്നിലേക്ക് അല്പമൊന്നും തിരിഞ്ഞു നോക്കാനും ഈ പട്ടാള വിപ്ലവം അവസരം നൽകി. ഈ അഭിപ്രായം ഞാൻ പറഞ്ഞാൽ ആളുകൾ എന്നെ ജനദ്രോഹിയായി മുദ്രയടിക്കും. എന്നാൽ ഇവിടെയുള്ള ഉത്തരവാദിത്വ ബോധമുള്ള ഒരു പൗരന്റെ അഭിപ്രായം എന്ന നിലയിൽ മറ്റു ചിലരോടും ഞാൻ പറഞ്ഞു. കേട്ടവർക്കെല്ലാം അതൊരു പുതിയ കാഴ്ചപ്പാടായി തോന്നി. പട്ടാള വിപ്ലവത്തിന് ശേഷം 10,000-ഓളം ഇന്ത്യൻ വംശജർ ഇവിടെ നിന്ന് മറുനാടുകളിലേക്ക് പോയി. ഇതുകൊണ്ട് രണ്ട് നഷ്ടമാണ് സംഭവിച്ചിട്ടുള്ളത്. ഭാരതീയർ ഫിജിയിൽ ന്യൂനപക്ഷമായി. അതിനാൽ രാഷ്ട്രീയമായി അവർക്കുണ്ടായിരുന്ന അവകാശവാദത്തിന്റെ ശക്തി കുറഞ്ഞു. രണ്ടാമത്, കുടിയേറിപ്പോയവരെല്ലാം തൊഴിൽ വിദഗ്ധരാണ് എന്നുള്ളത് കൊണ്ട് ഒരു രംഗത്തും വിദഗ്ധരെ കിട്ടാനില്ല എന്ന ഒരു സ്ഥിതി ഇവിടെ സംജാതമായി. ഈ മസ്തിഷ്ക ചോർച്ച സർക്കാരിന് വലിയ തലവേദന സൃഷ്ടിച്ചിരിക്കുന്നു. കുടിയേറിപ്പോയവരാരും സർക്കാരിന്റെയോ മറ്റുള്ളവരുടെയോ സമ്മർദ്ദം കൊണ്ടല്ല പോയിട്ടുള്ളത്. യോഗ്യത കുറഞ്ഞ ഫിജിയന്റെ കീഴിൽ യോഗ്യത കൂടിയ ഇന്ത്യന് ജോലി ചെയ്യാൻ വയ്യ എന്നതാണ് ഈ കുടിയേറ്റത്തിന്റെ മുഖ്യ പ്രേരക ശക്തി. ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, കാനഡ എന്നിവിടങ്ങളിലേക്ക് എത്തിപ്പെടുന്ന ഇവർക്ക് അവിടെ ജീവിക്കാൻ ലഭിക്കുന്ന സാഹചര്യം കഷ്ടതരമാണ്. ഫിജിയിലെ അതിവിശാലമായ ഗ്രാമാന്തരീക്ഷത്തിൽ എല്ലാ ആധുനിക ജീവിത സൗകര്യങ്ങളോടും കൂടി ജീവിച്ചിരുന്നവർക്ക് ഏതെങ്കിലും ഒരു നഗരത്തിലെ ഒരു ദ്വാരത്തിൽ ഒതുങ്ങിക്കൂടേണ്ടി വരുന്നു. ഫിജിയിലെ ഭാരതീയർ ഇന്ന് അനുഭവിക്കുന്ന ശാന്തവും സൗകര്യപ്രദവുമായ ജീവിതം അവർക്ക് ലോകത്തിന്റെ ഒരു ഭാഗത്തും ലഭിക്കുകയില്ല എന്നത് തീർച്ച. ഇത് ആളുകൾ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നി. ഈയിടെയായി നാടുവിട്ടു പോകുന്നവരുടെ സംഖ്യ വളരെ കുറഞ്ഞിട്ടുണ്ട്. ഏപ്രിൽ 21 രാഖി എന്ന ടൗണിലുള്ള സംഘം കോളേജിലെ പ്രിഫെക്റ്റുകളെ ഒരു നേതൃത്വ പരിശീലന ക്യാമ്പിൽ നടത്തിയ ക്ലാസ് നല്ലൊരു പരിപാടിയായിരുന്നു. 7ാം ഫോറം വരെയുള്ള വലിയൊരു ഹൈസ്കൂളിലെ, അതായത് ഹൈസ്കൂളുകളെ ഇവിടെ കോളേജ് എന്നാണ് വിളിക്കുന്നത്, തെരഞ്ഞെടുക്കപ്പെട്ട 50ഓളം വിദ്യാർത്ഥിനികളും കുറച്ച് അധ്യാപകരും നാട്ടിലെ കുറച്ച് പ്രമാണിമാരും ഉള്ള ഒരു സദസ്സിലാണ് ക്ലാസ് എടുത്തത്. കുട്ടികളും ഞാനും ഒരുപോലെ അത് ആസ്വദിച്ചു എന്ന് തന്നെ പറയാം. ഞാൻ അവതരിപ്പിക്കാൻ പോകുന്ന ആശയങ്ങൾ നോട്ടായി നേരത്തെ എല്ലാവർക്കും വിതരണം ചെയ്തിരുന്നു. രാഖിയിൽ വെച്ച് മലയാളം നന്നായി സംസാരിക്കാനും വായിക്കാനും അറിയാവുന്ന അപ്പു നായർ എന്ന ഒരാളെ പരിചയപ്പെട്ടു. മലയാളത്തിലുള്ള ഗീതാ വ്യാഖ്യാനം വേണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു സെറ്റ് ഭഗവത്ഗീത സ്വാധ്യായം അദ്ദേഹത്തിന് അയച്ചു കൊടുക്കാൻ ഉടനെ ഞാൻ വർക്കലേക്ക് എഴുതുകയും ചെയ്തു. ഈ കുറിപ്പ് എഴുതി അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഫിജിയിലെ സനാതന ധർമ്മസഭയുടെ പ്രസിഡന്റ് പണ്ഡിറ്റ് സാലിക് റാം ശർമ്മ ആശ്രമത്തിൽ വന്നിരുന്നു. മെയ് മാസത്തിൽ സഭയുടെ വാർഷിക കൺവെൻഷൻ നടക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. സംഘം കൺവെൻഷനിൽ കണ്ട പോരായ്മ ഉണ്ടാകരുതെന്ന് ഞാൻ നിർദ്ദേശിച്ചു. നടപ്പാവുമോ എന്ന് നിശ്ചയമില്ല. ഏതായാലും അങ്ങനെ ഒരു വശം ഉണ്ടെന്നെങ്കിലും അവർ അറിയട്ടെ. സായി ഭജന. ഫിജിയിലെ ആധ്യാത്മിക പ്രസ്ഥാനങ്ങളിൽ ഇപ്പോൾ കൂടുതൽ ആളുകളെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നാണ് സായിബാബ പ്രസ്ഥാനം. ബായിലെ സായി സെന്റർ ഭജന നടത്തുന്നത് ഗീതാശ്രമത്തിലെ ലൈബ്രറി ഹാളിലാണ്. ഭജനയ്ക്ക് ശേഷം എന്റെ ക്ലാസ്സും ഉണ്ടാവും. അവരുടെ തത്വശാസ്ത്രവുമായി എനിക്ക് യോജിപ്പില്ലെന്നും ഗൗരവമുള്ള ക്ലാസ് മാത്രമേ ഞാൻ നടത്തുകയുള്ളൂ എന്നും അവർക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. സായിബാബ ഗ്രൂപ്പ് ആണെങ്കിലും മനുഷ്യരെന്ന നിലയിൽ അവരോട് തത്വം പറയുന്നതിൽ ദോഷമൊന്നും ഞാൻ കണ്ടില്ല. ശങ്കരാചാര്യരുടെ വിവേക ചൂടാമണിയാണ് അവരെ പഠിപ്പിക്കുന്നത്. പഠിപ്പിക്കൽ ഹിന്ദിയിൽ തന്നെ. അവർ ചിലപ്പോഴൊക്കെ ചില സ്ഥലങ്ങളിൽ പോയി പ്രചരണാർത്ഥമുള്ള വിശേഷ ഭജനകൾ നടത്താറുണ്ട്. ഒരു ഫിജിയൻ ഗ്രാമത്തിൽ പോയി ഭജന നടത്തിയപ്പോൾ അവർ എന്നെയും ക്ഷണിച്ചു. മതസാഹോദര്യത്തെ പറ്റിയും സൗഹൃദത്തെ പറ്റിയും ഇംഗ്ലീഷിൽ സംസാരിക്കണമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു.
അന്ന് ഞാൻ നടത്തിയ പ്രസംഗം നാരായണ ഗുരുവിന്റെ ഏകമത സിദ്ധാന്തത്തെ സംബന്ധിച്ചാണ്. ഗുരുവിന്റെ പേര് മാത്രം പറഞ്ഞില്ല, പക്ഷേ പ്രസംഗം എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു. മതസൗഹാർദ്ദ കാര്യത്തിൽ ഗുരുകുലത്തിന്റെ നിലപാട് തന്നെയാണ് സായി ബാബയ്ക്കുമുള്ളത്. അതിനുശേഷം ഒരു ദിവസം സായി ഗ്രൂപ്പിലുള്ള ഒരാൾ ഞാൻ ഇനി ഇംഗ്ലീഷിൽ ക്ലാസ് എടുക്കണമെന്ന് നിർദ്ദേശിച്ചു. അതനുസരിച്ച് അടുത്ത ക്ലാസ് ഇംഗ്ലീഷിലാക്കി. അത് കഴിഞ്ഞപ്പോൾ ഇനി എല്ലാ ക്ലാസ്സും ഇംഗ്ലീഷിൽ മതിയെന്നും ഇംഗ്ലീഷ് അറിയാത്തവർക്ക് ഞാൻ പറയുന്നതിന്റെ സാരം മറ്റാരെങ്കിലും ഹിന്ദിയിൽ പറഞ്ഞു കൊടുക്കാമെന്നും അവർ തന്നെ വന്ന് അഭിപ്രായപ്പെട്ടു. വളരെ ശ്രദ്ധയോടു കൂടിയാണ് അവരെല്ലാം ഞാൻ പറയുന്നത് കേൾക്കുന്നത്. എല്ലാ ആഴ്ചയും 50-ൽ കുറയാതെ ആളുകൾ ഉണ്ടാവുകയും ചെയ്യും. ഇംഗ്ലീഷിലായി കഴിഞ്ഞപ്പോൾ എനിക്ക് പറയാനുള്ളത് വ്യക്തമായി പറയാനുള്ള സ്വാതന്ത്ര്യവും കിട്ടി. ഒരു ഫിജിയൻ ചടങ്ങ്. ഫിജിയൻ മാതൃകയിലുള്ള ഒരു ചടങ്ങിൽ പങ്കെടുക്കാനും അവസരമുണ്ടായി. ബാ ടൗണിന്റെ മധ്യത്തുള്ള ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഒരു ഫിജിയൻ നേതാവിന്റെ സ്മാരകമായി പ്രഖ്യാപിക്കുന്ന ചടങ്ങായിരുന്നു. അവിടെയും ഹൈന്ദവ പ്രാർത്ഥന നടത്തുകയായിരുന്നു എൻ്റെ ചുമതല. പ്രാർത്ഥന കഴിഞ്ഞാൽ വിശിഷ്ട അതിഥികൾക്കുള്ള ഹാര അർപ്പണമാണ്. മരവുരിയിൽ ചില പൂക്കളും ഇലകളും മരവുരി കൊണ്ടുതന്നെ കെട്ടിപ്പിടിപ്പിച്ചിട്ടുള്ളതാണ് മാല. മാലയുടെ അറ്റങ്ങൾ തമ്മിൽ കെട്ടിയിട്ടുണ്ടാവില്ല. ഫിജിയൻ പാരമ്പര്യ വേഷം ധരിച്ച ഒരു കൊച്ചു പെൺകുട്ടി, അതായത് വലിയ ഞൊറിവുകളുള്ള ഒരു തരം പാവാട, അതിനു പുറത്ത് ചുറ്റും തൂക്കിയിട്ടിരിക്കുന്ന ആടകൾ, മുലക്കച്ച, 2 കാലിലും തുണി കൊണ്ടൊരു ചുറ്റിക്കെട്ട്, ഇത്രയുമാണ് വേഷം. ആ പെൺകുട്ടി മാലയുമായി ഭവ്യതയോടെ കുനിഞ്ഞു വന്ന അതിഥിയുടെ കഴുത്തിൽ മാല കെട്ടിക്കൊടുക്കും. മാല മുൻവശത്തേക്കല്ല, ഇടതുവശത്തേക്കാണ് തൂങ്ങിക്കിടക്കുന്നത്. അത് കഴിഞ്ഞാൽ നങ്കോണ കുടിയാണ്. വേദിയുടെ നടുവിൽ ഒരു ചട്ടിയിൽ നങ്കോണ കലക്കി വെച്ചിട്ടുണ്ട്. 6 കാലുകളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു മരച്ചട്ടിയിലാണ് നങ്കോണ കലക്കുന്നത്. ഹാരാർപ്പണം കഴിഞ്ഞാൽ ഒരു രാതു, അതായത് ഗ്രാമത്തലവൻ, നങ്കോണ പാത്രത്തിന് അടുത്തു വന്ന് മുട്ടുകുത്തി നിന്ന് അതിനെ വാഴ്ത്തും. അപ്പോൾ 2 കൈയിലുമായി ഒരു മാല താങ്ങി പിടിച്ചിട്ടുണ്ടാവും. മരവുരി പെനച്ചുണ്ടാക്കിയതാണ് മാല. പതക്കത്തിന്റെ സ്ഥാനത്ത് ഒരു മൃഗത്തിന്റെ കൊമ്പിന്റെ കഷണമാണുള്ളത്. തലവന്റെ കീഴിൽ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുന്നതിന്റെ പ്രതീകമാണത്. തറയിൽ നങ്കോണ വേരിന്റെ ഒരു പൊതിക്കെട്ടും വെച്ചിട്ടുണ്ടാവും. അതിനുശേഷം സഭയുടെ അനുവാദം വാങ്ങിയിട്ട് ഒരാൾ നങ്കോണ കോരിക്കൊടുക്കാൻ തയ്യാറായി വിശിഷ്ടാതിഥികൾക്ക് അഭിമുഖമായി ചട്ടിക്കരികിൽ ഇരിക്കും. ചെത്തിമിനുക്കിയ ചിരട്ടയാണ് പാനപാത്രം. ഒരാൾ നങ്കോണ പാത്രത്തിന്റെ മറുവശത്ത് മുട്ടുകുത്തി നിന്നുകൊണ്ട് 2 കൈകളും കൊണ്ട് മറ്റൊരു ചിരട്ട നീട്ടിക്കൊടുക്കും. ആദ്യത്തെയാൾ 2 കൈകളും കൊണ്ട് നങ്കോണ പകർന്നു കൊടുക്കും. ഏറ്റുവാങ്ങുന്നയാൾ എണീറ്റു നിന്ന് 2 കൈകളിലുമായി ചിരട്ട താങ്ങി പിടിച്ചുകൊണ്ട് സദസ്സിന്റെ മുഴുവൻ അനുവാദത്തിനായി കറങ്ങി എല്ലാവരെയും കാണിക്കും. എന്നിട്ട് കുനിഞ്ഞ് വിശിഷ്ടാതിഥിയുടെ മുമ്പിലെത്തി മുട്ടുകുത്തി നിന്ന് അദ്ദേഹത്തിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന മറ്റൊരു ചിരട്ടയിലേക്ക് അത് പകർന്നു കൊടുക്കും. അതിഥി കുടിച്ചു കഴിഞ്ഞാൽ സന്തോഷസൂചകമായി എല്ലാവരും ഒരു ശബ്ദം പുറപ്പെടുവിക്കുകയും 3 പ്രാവശ്യം താളത്തിൽ കൈകൊട്ടുകയും ചെയ്യും. പിന്നെ ഓരോ ഗ്രാമത്തലവനും ഇതേ രീതിയിൽ തന്നെ നങ്കോണ നൽകും. എന്നാൽ മുഖ്യ അതിഥി കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെല്ലാം ഒരേ ചിരട്ടയിൽ നിന്ന് തന്നെയാണ് കുടിക്കുന്നത്. ഒരാൾ കുടിച്ചു കഴിഞ്ഞാൽ ചിരട്ട കഴുകുന്ന ഏർപ്പാടുമില്ല. ഫിജിയൻ ഗ്രാമത്തിൽ ഇത്തരം ചടങ്ങ് നടക്കുമ്പോൾ ഗ്രാമത്തലവനോ തലവന്മാരോ കുടിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാവർക്കും പകർന്നു കൊടുക്കും. ഇങ്ങനെ നങ്കോണ കുടി കഴിഞ്ഞതിന് ശേഷമാണ് ബാക്കി യോഗ നടപടികൾ തുടർന്നത്. ഇവിടെ എല്ലാ യോഗ നടപടികളും യൂറോപ്യൻ രീതിയിലാണ് നടക്കുന്നത്. ഒരു മാസ്റ്റർ ഓഫ് ദ സെറിമണി ഉണ്ടാവും. അദ്ദേഹമായിരിക്കും യോഗ നടപടികൾ നിയന്ത്രിക്കുന്നത്. സംഘാടകരിൽ ഒരാൾ തന്നെ ആയിരിക്കും അത്. അധ്യക്ഷനും ഉദ്ഘാടകനും ഒന്നുമില്ല. ഒരു മുഖ്യ അതിഥി ഉണ്ടായിരിക്കും. സമ്മേളനത്തിന്റെ സ്വഭാവമനുസരിച്ച് മറ്റതിഥികളും ഉണ്ടായെന്ന് വരാം. മുഖ്യ അതിഥിയുടെ പ്രസംഗമായിരിക്കും ഏറ്റവും അവസാനം. അത് കഴിഞ്ഞാൽ കൃതജ്ഞതാ പ്രകടനമേ ഉണ്ടാവൂ. മാസ്റ്റർ ഓഫ് ദ സെറിമണി തന്നെ ആയിരിക്കും അതിഥികളെ സദസ്സിന് പരിചയപ്പെടുത്തുന്നത്. ഓരോരുത്തരെയും പ്രസംഗത്തിന് ക്ഷണിക്കുന്നതിന് മുൻപാണ് പരിചയപ്പെടുത്തൽ. ഇത്രയുമൊക്കെയാണ് 1990
ഏപ്രിൽ അവസാനം വരെയുള്ള വിശേഷങ്ങൾ തുടർന്നെഴുതാം. സ്നേഹപൂർവം നിങ്ങളുടെ മുനി നാരായണ പ്രസാദ്.